നമ്മൾ വീട്ടിൽ അധികം അടുത്ത് വീട്ടിനോട് ചേർന്ന് വലിയ വൃക്ഷങ്ങളൊന്നും നടാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. വൃക്ഷങ്ങൾ പലതരത്തിലുണ്ട്. കാതലുള്ളതും വെള്ളയുള്ളതുമായ വൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ പ്ലാവ്, ആഞ്ഞിലി, തേക്ക്, പുളി മുതലായവയൊക്കെ അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ്. പിന്നെ വെറും നിസ്സാര വൃക്ഷങ്ങളെന്ന് പറയും, അതായത് കാതൽ ഒട്ടുമില്ലാത്ത വൃക്ഷങ്ങളാണ് നിസ്സാര വൃക്ഷങ്ങളെന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ മുരിങ്ങ, മുരുക്ക്, പ്ലാമട്ടി, കിളിമരം, ഏഴിലം പാല, ഇങ്ങനെയൊക്കെയാണ് നിസ്സാര വൃക്ഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ബഹുസാര വൃക്ഷങ്ങളെന്ന് പറയുന്നുണ്ട്. പുറഭാഗം മാത്രം ബലമുള്ളവയാണിവ. ഇത് വന്നിട്ട് ഇരുമുള്ള് വൃക്ഷം, ഈട്ടി, പന, തെങ്ങ്, കമുക് ഇവയൊക്കെയാണ് ബഹുസാര വൃക്ഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ സർവ്വസാര വൃക്ഷങ്ങൾ മുഴുവൻ കാതൽ മാത്രമായിട്ടുള്ള വെള്ള അല്പം പോലും ഇല്ലാത്ത വൃക്ഷങ്ങളാണ് സർവ്വസാര വൃക്ഷങ്ങൾ. ഇതിന് ഉത്തമമായ എന്ന് പറയുമ്പോൾ ഇരുൾമരം, തേക്ക്, പുളി മുതലായവയൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വൃക്ഷങ്ങളുടെ പറ്റി ഒരു അവയർനെസ് തന്നേ ഉള്ളൂ. വർജിക്കേണ്ട വൃക്ഷങ്ങളുണ്ട്. നമ്മൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർത്തുനിന്ന് അതിൽ പണിക്ക് ഒന്നും ഉപയോഗിക്കാതിരിക്കേണ്ട വർജിക്കേണ്ടതുണ്ട്. തീ പിടിച്ച മരങ്ങൾ ഇതൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഇടിമിന്നലേറ്റ മരങ്ങൾ, വെട്ടിയപ്പോൾ തെക്കോട്ട് വീണ മരങ്ങൾ, ഇവ ഗൃഹനിർമ്മാണത്തിന് വർജിക്കേണ്ട മരങ്ങളാണ്. ഇവയൊന്നും ഉപയോഗിച്ച് വീട് പണിതാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ദുരിതങ്ങൾ ഒഴിയുകയില്ല എന്ന് പറയും. അപ്പോൾ ചോദിക്കാം, നമുക്ക് ഇതിപ്പോൾ ഇടിമിന്നലേറ്റ് എങ്ങോട്ട് വീണ, തെക്കോട്ട് വീണ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അത്രയും നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ വീട് വയ്ക്കാറുള്ളൂ. അപ്പോൾ അത്രയും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് നമ്മളത് ചെയ്യണമെന്നാണ് ഞാൻ ഈ പറഞ്ഞ് വരുന്നത്.